കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. വളരെ സന്തോഷത്തിലാണ്, നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാണ് തിളങ്ങണ കിടന്നിട്ട് പൊന്നുണ്ണി കണ്ണൻ. ആ കുഞ്ഞിക്കാലുമിൽ ആ വീതിയുള്ള പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. കുഞ്ഞിക്കാൽ കാണാൻ തന്നെ നല്ല കൗതുക. പിന്നെ അരയിൽ കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. പിന്നെ കസവിന്റെ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. കസവ് മാത്രമായിട്ട് ആകെ തിളക്കാന്ന് പറഞ്ഞില്ലേ ശ്രീലകത്തേക്ക്, അത്ര തിളക്ക. ഒരു കസവ് മാത്രമായിട്ട് അങ്ങനെ നല്ല തിളക്കുള്ളൊരു പട്ടാണ് ഞൊറിഞ്ഞു കൊടുത്തിരിക്കുന്നത്. അരയിൽ കിങ്ങിണിയുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ളൊരു മാങ്ങാമാല, പിന്നെ ഒരു പതക്കം, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല ഒക്കെ ചാർത്തിയിട്ടുണ്ട്. ഇവിടുമിടുക്ക നല്ല കൗതുകണ്ട് കാണാൻ. നല്ല തടിച്ചവരുണ്ട്, നല്ല പൊന്നുണ്ണി. കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഓടക്കൊഴൽ ചുണ്ടോട് അടുപ്പിച്ച് വെച്ച് ഒറ്റക്കൊഴി കണ്ടാ, വലത്തെ കൈ കൊണ്ട് മാത്രമായിട്ട് ഓടക്കൊഴൽ വിളിക്കുക. എന്താ കാരണം? ഇടത്തെ കയ്യിലതാ ഗോവർദ്ധനഗിരി പൊക്കി പിടിച്ചുകൊണ്ടാന്ന്. ഗോവർദ്ധനോദ്ധാരിയായിട്ടാണ് ശ്രീലകത്ത് നിൽക്കണത് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ അല്ലേ. ആ ഗോവർദ്ധനം ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട്. ഗോവർദ്ധനം ഞാൻ ചന്ദനം കൊണ്ടാ ചാർത്തിരിക്കണം. അതിൻ്റെ മുകളിൽ ഇങ്ങനെ തുളസിപ്പൂക്കൾ വെച്ച് ഇങ്ങനെ ഒരു പർവ്വതം പൊക്കി പിടിച്ച് നിൽക്കണ പോലെ എന്നെ തോന്നും കണ്ടല്ലോ. അങ്ങനെ ഇടത്തെ കയ്യിൽ ഗോവർദ്ധന പർവ്വതം, വലത്തെ കയ്യിൽ ഓടക്കോഴയുടെ ഒറ്റ കൈ കൊണ്ട് ചുണ്ടോട് അടുപ്പിച്ച് വെച്ച് വേണുഗാനം പൊഴിക്കുകയാണ്. എന്താ കൗതുകം എന്നാ വിചാരിച്ചു. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റീമിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം, ആനന്ദത്തോട് കൂടിയിട്ടാണ് ഓടക്കോഴി വിളിക്കണത്. അത്ര മിടുക്കനൊരു ഉണ്ണി. പുഞ്ചിരി കാണാനൊക്കെ നല്ല കൗതുക. വേഷവിധാനങ്ങളും അതെ, ആകെ തിളക്കാൻ പറഞ്ഞു. കയ്യിലുള്ള കൈവളകളും തോൾവളകളൊക്കെ നല്ല വീതിയുള്ള കസവിൻ്റെ അങ്ങനെ ഒട്ടിച്ച് നല്ല ഭംഗിയാണ്. ഈ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ ആകെ തിളങ്ങുക ശ്രീലകത്തേക്ക് നോക്കി. അത്ര കണ്ട് ഭംഗിയുണ്ട്. പൊന്നുണ്ണി കണ്ണൻ്റെ പുഞ്ചിരിയോ അതിലേറെ ഭംഗി. നല്ല തിളക്കം. നാരായണ. അതുപോലെ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് കേട്ടോ. പൊന്നും കിരീടത്തിൻ്റെ മുകളിലതാ 2 തിരുമുടിമാലകളാ. ഒന്ന് തെച്ചിപ്പൂവും തുളസിപ്പൂവായിട്ടുള്ള തിരുമുടിമാല, മറ്റേ വെളുത്ത പൂവും തെച്ചിപ്പൂവും തുളസിപ്പൂവും 3 എണ്ണം ഉണ്ട്. അങ്ങനെ 2 തിരുമുടിമാലകളാണ് ചാർത്തിങ്ങനെ. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. തെച്ചി, തുളസി, വെളുത്ത പൂക്കൾ നടകല നല്ല ഭംഗിയുണ്ട്. തുളസി ധാരാളമായിട്ട്, തുളസി വെളുത്ത പൂക്കളും ധാരാളം, തുളസി ഇടയിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല ആ കഴുത്തിലും ചാർത്തിയിട്ടുണ്ട്. പൊന്നുണ്ണി കണ്ണൻ്റെ അതൊക്കെ ചാർത്തിയാൽ തന്നെ നല്ല കൗതുക. ഒരു മിണ്ടുമിണ്ടുക്കന്നൊരു ഉണ്ണിയല്ലേ, നമുക്ക് നല്ല സന്തോഷമാണ്. ഞാൻ നല്ല സന്തോഷത്തിലാ. ആ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ടതാ 5-6 ഉണ്ടമാലകൾ. താമര മാത്രമായിട്ടൊരു ഉണ്ടമാല, തുളസി തെച്ചിയായിട്ടൊരു ഉണ്ടമാല, വനമാല. പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ടൊരു ഉണ്ടമാല. പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ട് 2-3 ഉണ്ടമാല വേറെ. 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ട് ചാർത്തിയുണ്ട് മുകളിൽ. പൊന്നുണ്ണി കണ്ണൻ്റെ കഴുത്തിൽ ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്, 2 തിരുമുടിമാലയും. പൊന്നുണ്ണി കണ്ണനാച്ച നല്ല സന്തോഷത്തോടു കൂടി ഗോവർദ്ധന പർവ്വതം ഇടത്തെ കൈ കൊണ്ട് പൊക്കി പിടിച്ചിട്ട് നിസ്സാരം, എല്ലാം നിസ്സാരാ കണ്ണന്. വലത്തെ കൈ കൊണ്ട് ഒറ്റ കൈ കൊണ്ട് ഓടക്കൊഴി വിളിക്കുക. അതൊക്കെ നല്ല രസമല്ലേ. ഏത് ആപൽഘട്ടത്തിലും നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണമെന്ന് അർത്ഥം. അതാണ് ഗോവർദ്ധനത പൊക്കി പിടിച്ചത്. നമ്മളൊക്കെ സംരക്ഷിക്കാൻ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ഉണ്ട് എന്നുള്ളത് പോലെ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നാഥബിന്ദുവിൽ ഗൂഢമായി വീഴും ഭേദശൂന്യമാം വിജ്ഞാനം, ബ്രഹ്മചര്യത്തിൽ ശുദ്ധജ്വാലയിൽ ബ്രഹ്മണം ചെയ്യും ശൃംഗാരം, പീലിയും മുല്ലമാലയും ചൂടും മൗലി കോലുന്ന പൊൻകോലം, നൽകൂന്തൽ കാട്ടിൽ കൂടെ വന്നെത്തി നോക്കുന്ന ചന്ദ്രമണ്ഡലം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണി കണ്ണൻ പൊന്നോടൊക്കെ കൈ കൊണ്ട് പിടിച്ച്, ഗോവർദ്ധന പർവ്വതം മറ്റേ കൈ കൊണ്ട് പൊക്കി പിടിച്ച്, അങ്ങനെ എല്ലാവർക്കും ആ അമ്പാടിയിലെയും വൃന്ദാവനത്തിലെയും കാഴ്ചകളാണ് ആ ശ്രീലകത്ത് കാണിക്കുന്നത്. ഇതിൽ പല സന്തോഷം എന്താ വേണ്ട, അത്രയും സന്തോഷത്തിലാണ് ഞാൻ. ആ പൊന്നുണ്ണി കണ്ണൻ നമ്മളെല്ലാവരും സംരക്ഷിക്കാൻ തയ്യാറായി എന്നുള്ള ഭാവത്തിൽ, തയ്യാറാണ് എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇതിൽ പല നമുക്ക് വേറെ ആരാ വേണ്ടത്? കണ്ണനെ ആശ്രയിച്ചോളൂ. പൊന്നുണ്ണി കണ്ണനെ കൈവിടണ്ട. പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദം മുറുകെ പിടിച്ചോളൂ. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട് എപ്പോഴും. കൂടെ നടക്കണമെന്ന് ചിന്തിച്ചാൽ കൂടെ നടക്കേണ്ട തോന്നും. അത്ര കണ്ട് രസമായിട്ടാണ് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ. എത്ര കണ്ട് അങ്ങോട്ട് സ്നേഹിക്കണോ അതിനെ 4 ഇരട്ടി, എത്ര ഇരട്ടിയാ പറയാൻ പറ്റില്ല, ഇരട്ടി കണ്ണൻ നമ്മളെ സ്നേഹിക്കും. ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദത്തിൽ വേണം നമസ്കരിച്ച്. ഗുരുവായൂരപ്പ. ആ തിരുമുഖം നോക്കുക, എന്താ പുഞ്ചിരി. ഒന്നിനും വിഷമിക്കണ്ട, സന്തോഷിച്ചോളൂ എന്നുള്ള ഭാഗത്തിലെ പുഞ്ചിരിയെ. ആ പുഞ്ചിരിയോടുകൂടി നമ്മളെ നോക്കി ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണത്. ഭക്തന്മാരെ വീണ് നമസ്കരിച്ചോളൂ, ഉറക്കെ കണ്ണൻ്റെ നാമം ജപിച്ചോളൂ എന്നുള്ള മാത്രമേ പറയാറുള്ളൂ എനിക്ക്. ജപിക്കല്ലേ നാമം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ഹരേ ഹരേ.